താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വളവുകൾ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മൾട്ടി ആക്സൽ ലോറികൾക്ക് ഇന്നു മുതൽ നിയന്ത്രണം ബാധകമാകും. മറ്റ് വാഹനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിച്ച് കടന്നു പോകണമെന്നും അധികൃതർ അറിയിച്ചു. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, അപ്പോൾ ഗതാഗത നിയന്ത്രണം എന്ന് പറയുമ്പോൾ സാധാരണ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് വിവരങ്ങൾ? ജിൽസി, താമരശ്ശേരി ചുരത്തിലെ 6, 7, 8 വളവുകളാണ് വീതി കൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് മൾട്ടി ആക്സിൽ ലോറികൾക്ക് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചരക്ക് ലോറികൾക്കാണ് ഈ നിയന്ത്രണം ബാധകമാവുക. അതുകൊണ്ട് തന്നെ മറ്റ് വാഹനങ്ങൾക്ക് കാര്യമായ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. നേരിയ രീതിയിലാണെങ്കിൽ പോലും അവർക്ക് കയറി പോകാൻ കഴിയും. അതുപോലെ ചുരം ഇറങ്ങി വരാനും കഴിയും. ആ വിധത്തിൽ കടന്നു പോകണം. കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ചെറിയ വാഹനങ്ങൾ കടന്നു പോകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റി അധികൃതരും അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മൾട്ടി ആക്സിൽ ലോറികൾ, അതായത് പ്രധാനമായും ചരക്ക് ലോറികൾ തന്നെയാണ് ഈ വഴി കടന്നു പോവുക. അത് അവർക്കാണ് ഈ ഇത്തരത്തിലുള്ള ഈ നിയന്ത്രണം ബാധകമാകുന്നത്. ഇന്നു മുതൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ലോറികൾക്കുള്ള ഈ നിയന്ത്രണം. അതേസമയം തന്നെ തിങ്കളാഴ്ച മുതൽ കർശനമായി ഈ നിയന്ത്രണം ഏർപ്പെടുത്തും. ഒരു തരത്തിലും മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടത്തിവിടില്ല. അതുപോലെ ചുരം ഇറങ്ങാനും സമ്മതിക്കില്ല എന്ന കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കയറി വരുന്നതും, അതായത് ചുരം കയറുന്നതും ചുരം ഇറങ്ങി വരുന്നതുമായിട്ടുള്ള വാഹനങ്ങൾ അത് കുറ്റ്യാടി ചുരം വഴി കയറുകയും ഇറങ്ങുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി അധികൃതരും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് തടസ്സമില്ല. പക്ഷേ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട്, നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം കടന്നു പോകാൻ എന്നുള്ള നിർദ്ദേശമാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. ജിൽസി. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.